ഇന്നത്തെ മക്കാനിക്ക് നമ്മൾ എത്തിപ്പെട്ടത് നമ്മളെ അയൽ ജില്ലയായ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ പ്രസിദ്ധമായ ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് പൂക്കോട്ടൂർ. ഈ പൂക്കോട്ടൂർ പള്ളിമുക്കിൻ്റെ അടുത്താണ് നമ്മൾ വരേണ്ടത്. പള്ളിമുക്കിൻ്റെ അടുത്ത് ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി കോഴി കൊണ്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതിനവർ പറയുന്നത് കോഴി ചേറ്റുപൂത്തി എന്നാണ്. ചേറ്റിൽ പൂത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ചേറ്റിൽ പൂത്തല്ല, ചേറിൽ പൊതിഞ്ഞിട്ട് തീയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രാദേശികമായിട്ടുള്ള പേര് വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. ഏതായാലും പരിസരത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി ഷറഫുദ്ദീനെ കണ്ടിട്ട് ആ കോഴി എങ്ങനെ ഉണ്ടാക്കുന്നു, എന്തെല്ലാമാണ് പരിപാടി, ഈ ചേറ്റുപൂത്തുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഏതായാലും വളരെ മനോഹരമായ ഈ സ്ഥലത്ത്, ചരിത്രപ്രസിദ്ധമായ സ്ഥലത്ത് പൂക്കോട്ടൂർ, പണ്ട് മലബാർ ലഹളകളൊക്കെ നടന്ന സ്ഥലമാണ്. അതിൻ്റെ ആളുകളും പരിചയക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കതും ചോദിച്ചറിയാം. ഏതായാലും ഇന്നത്തെ മക്കാനി ഒരു മോശമല്ലാത്ത നല്ല ഒരു കാഴ്ച ഭംഗിയുള്ള സന്തോഷപ്രദമായ ഒരു നല്ല പരിപാടിയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. തുടങ്ങാം, നോക്കട്ടെ. ഷറഫുദ്ദീനെ പോയി നോക്കാം. വന്നത് ഷറഫുദ്ദീൻ. അതെ അതെ, നമ്മുടെ പേര് അതില് റോഡൊക്കെ ഉണ്ടേ. പക്ഷെ റോഡല്ലേ, ഞാൻ പാടം കണ്ടപ്പോ റോഡൊന്നും നോക്കിയത് ഇതിലെങ്ങനെ പച്ച നല്ല പാടങ്ങൾ കണ്ടപ്പോ നമ്മളെ മലപ്പുറത്തിന്റെ നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരുപാട് ചരിത്രം അതെ 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 ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലമാണ്. ഏതായാലും നമ്മളെ വന്നത് അറിയാലോ. അറിയാം, ഞാൻ ഞാൻ കാത്തിക്കാണ് കോഴി. കോഴി എന്താണ്? കോഴി ചേറിൽ പൂത്തിക്കാണ്ടാണ് നമ്മളെ പരിപാടി പേര്. അതെ അങ്ങനെയാണ്. അതെ, ഇനിയിപ്പോ വലിയ ഐറ്റംസ് ഒക്കെ ആവുമ്പോ നമ്മള് ചിലപ്പോ പേരൊക്കെ മാറ്റി. ഇതെന്താ ഇത്? ഇതൊക്കെ ആൾക്കാർ ഇപ്പൊ നോക്കോ ഈ വേണ്ടപ്പോ ഇത്. പിന്നല്ലാതെ അതെ, ഇതൊക്കെ നമ്മൾ തന്നെയാണ്. അതൊന്നും അതൊക്കെ നമ്മൾ തന്നെ. നമ്മള് റോഡ് നമുക്ക് അതിലുണ്ടായി. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിക്കാണ് പാടത്ത് കൂടെ ഒക്കെ ചളി കൂടെ ഒക്കെ നടന്നു വന്ന്. അതൊരു ഹരല്ലേ? ഞാൻ അറിയില്ലേനു. അത് കുഴപ്പമില്ല. നമുക്ക് ഇനി നമ്മൾ കോഴി ഭംഗിയാക്കുക, എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്താണെന്നൊക്കെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ നമ്മളെ നാട്ടിൽ വന്നിട്ട്. ഞങ്ങൾ ഈ പൂക്കോട്ടൂർക്കാർ വന്നോലെ അങ്ങനെ പെട്ടെന്ന് കോഴി ഉണ്ടാക്കി തിന്നിട്ടേ പോകും. ഇതിന് പള്ളിമുക്ക്. അപ്പോൾ നമ്മളെ കോഴി പരിപാടി റെഡിയാക്കി വെച്ചു. നിങ്ങൾ വരും പറഞ്ഞപ്പോ തന്നെ നമ്മളൊരു കോഴിയൊക്കെ വാങ്ങി. അതെ, നമ്മള് കോഴി കൊണ്ട് പല കളികളും പല രാജ്യത്തും പലരും ചെയ്യുന്നുണ്ട്. കോഴിയാണ് ഇപ്പൊ ഇവിടെ ആകെയുള്ള പരിപാടി. അതെ, ഇത് ഈ കോഴിയാണ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് ഒരിക്കല്. അതിന് ആ സ്ഥലത്ത് പോലെ ചൂളക്കോഴി അങ്ങനെ അതേ ഇല പൊതിഞ്ഞ് അടിയിൽ മണ്ണിലൊക്കെ പൂത്തി ഈ പൊതിഞ്ഞിട്ട് ആക്കല്. ഇപ്പോ മുളക്, അതായത് നമ്മൾ വലിയ പൊടിയും കൂടുതലൊന്നും ഉപയോഗിക്കണില്ല. നിങ്ങൾ ഒറ്റക്ക് ഉണ്ടാക്കുക? അല്ല, ഞാനും എൻ്റെ 2 ചങ്ങന്മാരും കൂടി. ഞങ്ങളിത് ആൾക്കാരാണ് മാറിക്കണ്ട. എന്താണ് പേര്? ഫവാസ്, മൊഹമാലി. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഇതിന്റെ ആൾക്കാരല്ല. ഈ 2 ചെറിയ കോഴിക്കുട്ടികൾ ഉണ്ടാക്കാൻ 3 ആളും ആണോ? അല്ല, നമ്മളിപ്പോ 2 ഇപ്പൊ ഈ 10-25 ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരാൻ ആൾക്കാരാണ്. ഉണ്ടാക്കാൻ ആയിരക്കണക്കിന് ഉണ്ടാക്കാൻ. നമുക്ക് ഒന്ന് ഉണ്ടാക്കിയിട്ട് വീടാൻ മുന്നിൽ കാണിക്കും. മക്കാനി എന്ന പരിപാടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കാണുന്നുണ്ട്. അല്ല, വെറുതെ പറയുകയല്ലോ. വെറുതെ പറയുകയാണെങ്കിൽ ഞാൻ പണി ചുളക്ക് ഉണ്ടാക്കുന്ന സ്ഥലം വേറെ കാണലുണ്ട്. കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പലതും ഉണ്ടാക്കുന്നുണ്ട് ഓരോന്ന്. ഈ മക്കാനിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കി കാണിക്കൽ മാത്രമല്ല, അതുണ്ടാക്കുന്ന സ്ഥലത്തിന്റെ ഭംഗി. കോഴിക്കോട്ടും മലബാറിലൊക്കെ ഇത്ര ഭംഗിയുള്ള സ്ഥലം. ഞങ്ങൾ വാസ്തവത്തിൽ കോഴിക്കോട് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. മലപ്പുറം ജില്ലയിലേക്ക് ആദ്യമായിട്ട് വരിക. ഇതിങ്ങനെ പരിസരത്ത് അങ്ങനെ പോകും. സ്ഥലം തീരുമ്പോൾ അങ്ങനെ തേടി 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 പലയിടത്തും പോകും. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഭക്ഷണത്തിന് ഓരോ പേര്, ഒരു ടേസ്റ്റ്, ഒരിതാണ്. ഇപ്പം മലപ്പുറത്ത് ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടണത് വേറെ സ്ഥലത്ത് കിട്ടിക്കോളുന്നില്ല, അവിടെ കിട്ടണത് ഇവിടെ കിട്ടിക്കോളുന്നില്ല. പിന്നെ കോഴിൻ്റെ വെപ്പിൻ്റെ രീതി ലോക്കലായിട്ടൊക്കെ മാറും, പ്രാദേശിക വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ പിന്നെ നമ്മളിവിടെ എല്ലാം അറബി ഫുഡിനെ അനുകരിച്ച് കുഴിമന്തി അത് ഇതൊക്കെ ആക്കിയിട്ട് മച്ചുപൂസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മളതല്ല. അതൊക്കെ അവരത് നമ്മൾ അനുകരിച്ച് ഉണ്ടാക്കുകയാണ്. നമ്മളത്ര സൗകര്യം
ഭക്ഷണത്തിന് കാര്യത്തിൽ ലോകത്താർക്കും പഠിച്ചാൽ കൊടുത്തില്ല. എല്ലാ സംഭവങ്ങളും നമ്മളത് കയറ്റിയിട്ട് ഒരു കൊണ്ടുപോകല്ലേ. നമുക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം അള്ളാഹു തന്നത്. പക്ഷെ അതെങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹ്ക്ക് വരെ പാരവെക്കാൻ നമ്മൾ നടക്കണം ഇല്ലേ. ഏതായാലും നമുക്ക് നമ്മുടെ പരിപാടി നോക്കുക. പരിപാടി എന്നാ തുടങ്ങല്ലേ? അല്ല മൊത്തം എത്ര സമയമാവും ഇത് റെഡി ആവണമെങ്കിൽ? ഏതാണ് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് നമ്മൾ പറഞ്ഞു തന്നില്ല എന്ന് പറയരുത്. നിങ്ങൾ സ്വകാര്യമായിട്ട് വെച്ചെന്ന് പറയരുത്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ബിരിയാണി ഒക്കെ കോഴിക്കോട്ടുകാർ വന്നപ്പോൾ മറച്ച് വെച്ച് കണ്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കണില്ല ബിരിയാണി. അല്ല ഞങ്ങൾ പഠിച്ചെടുത്തിരുന്നു. മലപ്പുറത്തേര് പഠിച്ചെടുത്തിട്ട് കോഴിക്കോട്ടുകാർ ഇങ്ങനെ മറയൊക്കെ കെട്ടിക്കാണ്ട് ബിരിയാണി ഉണ്ടാക്കിയത്. അത് ഞങ്ങളത് വിട്ടു. ഞങ്ങള് ഇപ്പൊ ഞങ്ങളേക്കൊന്ന് വല്ലത് കട്ടുപിടിച്ചാണ് കോഴിക്കോട്ടുകാർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വേറെ കാര്യം. ബിരിയാണി അത് വിട്ടാലേ ഞാൻ പഠിച്ചു. ഞാൻ കോഴിക്കോട് വന്നാ ബിരിയാണിയെ പറ്റിയിട്ട് മലപ്പുറത്തുനിന്ന് കുളു സ്ഥലക്കിയാലേ ഞങ്ങള് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ബിരിയാണിയാണ്. ബിരിയാണി അത് വേറെ ബിരിയാണി ആയിരിക്കും. നമുക്ക് ഇത് നോക്കാം. ഒരു ബിരിയാണി അങ്ങക്ക് വെച്ച് തരാം. കേട്ടോ ഇതേ നമ്മളിത് പച്ചമുളക് നമ്മള് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി പറഞ്ഞാൽ നമ്മള് ചിക്കൻ മസാല അല്ല ഇത് നെട്ടി കഴിഞ്ഞ് മിക്സിയിൽ അരക്കും. പേസ്റ്റ് ആക്കും. പിന്നെ ഇഞ്ചി, ചീരുള്ളി, വെളുത്തുള്ളി, പിന്നെ നാരങ്ങ ചെറുതായിട്ട് നമ്മളിതൊന്ന് പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ മസാലിന്റെ കോഴിന്റെ പുറത്ത് കൂട്ടിയിട്ട് ഇതെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കോഴിമുട്ട നമ്മൾ ഈ മസാല ഇളകി പോകാതെക്കാൻ വേണ്ടിയിട്ട്. അല്ല ഈ മസാലയിൽ ജസ്റ്റ് അതിന്റെ വെള്ളം ഒന്ന് ചേർക്കും ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ആയിക്കോട്ടെ. എത്ര കോഴിയാ? ഇത് ഒരു കോഴി, 2 കോഴി എടുത്തുകണേ ഞങ്ങള്. അഥവാ നിങ്ങൾ തോന്നെ ആൾക്കാരായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ കുഴങ്ങരുതല്ലോ. അതൊരു കോഴി. അതെ തിരക്ക് കാരണം പോകാനോ പറഞ്ഞേക്കാനൊന്നും പറ്റിയില്ലേ. നമ്മളിതിന്റെ കണക്കുകളൊക്കെ വേറെ പാത്രത്തിൽ കിട്ടാനേ. ഈ മസാലിന്റെ കണക്കുകൾ ചേർത്തലെങ്ങനെയാണ്? കോഴിക്ക് നമ്മളൊരു കൈക്കണക്ക് അല്ലാതെ പറയാൻ കഴിയില്ലല്ലേ? അത് പറയും. ഒരു കോഴിക്ക് നമ്മള് നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 8-10 മുളക് എടുത്തിട്ടേ. ഈ ചുവപ്പ് മുളകോ? അല്ലല്ല ഇതല്ല, പച്ചമുളക്. മുളക് പൊടിയോ? മുളക് പൊടിയല്ല, ഇത് നമ്മള് ചിക്കൻ മസാലയാണ്. എല്ലാം കൂട്ടിക്കാണ്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ അതിൽ നമ്മള് മഞ്ഞളിട്ടുകാണ്ട് ഏറിപ്പോയി നമ്മള് പ്രൊഫഷണൽ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ ഇനിയിപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വരുന്നത് ഇങ്ങോട്ട് എടുക്കാച്ചിട്ട് ഞാൻ അത് ചോദിക്കാൻ പോവാം. അപ്പൊ അതിനും വേണ്ടി നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇതാണോ ജോലി? അല്ല ഞാൻ കോൺട്രാക്ടറാണ്. എന്ത് കോൺട്രാക്ട്? പൈപ്പ് ലൈൻ വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടറാണ്. വാട്ടർ അതോറിറ്റിയിൽ? നിങ്ങൾ ഇതുണ്ടാക്കും കോഴി ഉണ്ടാക്കൽ തുടങ്ങിയത്? കോഴി ഉണ്ടാക്കൽ നമ്മൾ ഈ ഞായറാഴ്ച ഒഴിവുള്ള ദിവസമൊക്കെ നിങ്ങളൊരു തമാശക്ക് അങ്ങനെ ഉണ്ടാക്കിയ. അല്ലാതെ നിങ്ങളെ പ്രൊഫഷണൽ ജോലിയൊന്നും? പ്രൊഫഷണൽ ജോലിയല്ല. ഈ കല്യാണത്തിനോ സദസ്സിനോ അങ്ങനെയൊന്നുമില്ല. വെച്ചു കൊടുത്തില്ല? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു നിങ്ങളൊരു നമ്മളൊരു ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിങ്ങനെ പരീക്ഷിച്ചുണ്ടാക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരു പൈസ ആരേക്കൊന്നും വാങ്ങൂല. എന്നിട്ട് ടേസ്റ്റ് ആണോ നോക്കിയിട്ട് ഇത് തിന്നാൻ ആളെ കിട്ടണ്ടേ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓരോ പരീക്ഷണം നടത്തുമ്പോൾ അതിന് ആൾക്കാർ വേണ്ടേ. ഫസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആരെ കൊണ്ടേ തിന്നിച്ചേ? അത് നമ്മളെങ്ങന്മാരന്നെ. അവനാൻ തന്നെ? അല്ല ഞാനും തിന്ന് ചെങ്ങന്മാരും നമ്മളൊക്കെ പാടെ കൂടിക്കാണ്ട് ഇങ്ങനെ. അല്ല ആദ്യം നിങ്ങൾ ഉണ്ടാക്കിയപ്പോ നോക്കാൻ വേണ്ടി നിങ്ങൾ അടുത്ത ചെങ്ങായിക്ക് കൊടുത്തു? ദേശീയമുള്ള ഒരുത്തനക്ക്? അല്ല അങ്ങനെയൊന്നുമില്ല. ചാകാതൊക്കെ തോന്നിപ്പോ നമ്മൾ കൂട്ടണില്ലല്ലോ. പിന്നെ എങ്ങനെ രാസപ്രവർത്തനം നടത്താന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ സാധനമൊക്കെ ബുദ്ധിയാണെന്ന് നമുക്കറിയാം. അത് പറയാൻ പറ്റുമൊന്നുമില്ല. അത് എന്നിട്ട് പിന്നെ ഇപ്പൊ ഇങ്ങനെ നല്ല മിക്സ് ആക്കി. എത്ര കൊല്ലം നിങ്ങൾ ഇത് ആദ്യമായിട്ട് പോയി ഉണ്ടാക്കി തുടങ്ങിയിട്ട്? ഇത് 2 കൊല്ലം മുന്നേ ഒരുക്ക ഉണ്ടാക്കി. അന്ന് ശരിയായില്ല. പിന്നെ ഞാൻ ഒറ്റക്കിന്റെ പെരി കൊടുന്ന് ആരും അറിയാതെ ഒന്ന് ഉണ്ടാക്കി. ഞങ്ങളെല്ലാരും ഇരിക്കുന്ന ഒരു ഷെഡ് ഉണ്ട് അവിടെ. ഒരു അങ്ങാടിയിലൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അവിടെ കൊടുത്തിട്ട് എല്ലാരും ഒന്ന് തീറ്റി. അപ്പൊ ഇതാണ് അന്ന് നമ്മൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അന്ന് എല്ലാരും കൂടെ തിരക്കൂട്ടിയപ്പോ എനിക്കൊത്തും കാട്ടാൻ കഴിഞ്ഞില്ല. ഓരോ മുണ്ടില്ല. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കിയാണ്ട് ഞാൻ കൊടുന്ന് തിന്ന്. അപ്പൊ എല്ലാരും പറഞ്ഞു സംഭവം സൂപ്പറായിരുന്നു. അതെ. അപ്പൊ പിന്നെ ഒരു ദിവസം പറഞ്ഞു. പിന്നെ നമുക്ക് ഡിമാൻഡായി ടൈറ്റായി. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. ഇപ്പൊ എന്നെ വിളിച്ചാ പറഞ്ഞു ഞാൻ ഇന്ന് വേറെ തിരക്കിലാണ്. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. ഇപ്പൊ കോഴിക്കോട് തിന്നാലേ പറയാൻ പറ്റുള്ളൂ. അല്ലേ? ഇപ്പൊ ഞാൻ എന്നോട് ചോദിച്ചൊന്ന് ചുട്ടേരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് വേറെ തിരക്കുണ്ട്, അവിടെ തിരക്കുണ്ട്, ഇവിടെ തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിൽ അടിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ചിക്കൻ മക്ക് കേക്കാണ്. ഇത്
ഇതിലിപ്പോ എന്തെല്ലാം സാധനങ്ങളാണ് അതിൽ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ഒക്കെ എല്ലാം കയറ്റി. അതിൽ നമ്മളൊരു കാര്യം ഇപ്പോൾ ഈ തിരക്കിനടിയിൽ നമ്മൾ മനസ്സും മറന്നു പോകല്ലോ എല്ലാ കാര്യം. നാരങ്ങ നേരത്തെ മിക്സിക്ക് അടിച്ചപ്പോൾ നമുക്ക് കൂട്ടിയിട്ടില്ലേ വേണ്ട. അപ്പോൾ നാരങ്ങൻ്റെ ഒരു നീരിത്തിരി ഉണ്ടായാലും എന്താ പറയുക നിങ്ങൾക്ക് പണി പറയും. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയാണ് പോകാനുള്ള പരിപാടിയൊക്കെ. എല്ലാവർക്കും തിരക്കുണ്ടാവും. നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞ് മസാല തേക്കുക. മസാല നാരങ്ങ പെട്ടെന്ന് വേഗം വേണ്ടി ഒരു പുളിപ്പുണ്ടായാലും ആ കീറിയതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നല്ലോണം കയറ്റും. നമ്മളെ ചുവപ്പ് മുളകൊക്കെ അല്ലേ, മുളക് പൊടി എല്ലാം മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം നമ്മളെ. അപ്പോൾ ഒരു മസാല ഒഴിവില്ല. നമുക്ക് മറ്റവരെ മാതിരി ഇപ്പോൾ കജ്ജൂലല്ലോ. നമ്മളെ കുഴിമന്തിക്ക് മറ്റേ ഇതില്ല, മസാലകളില്ല. ഇല്ലല്ല. റെഡിയാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറമേക്കുള്ള മസാലയ്ക്ക് നമ്മൾ ഉള്ളിൽ കുറച്ച് കൊടുക്കുക. ഇത് ചൂടാണതിനനുസരിച്ച് എല്ലാത്തിനും നമുക്ക് ഇറങ്ങും ചെയ്യും, നല്ല സൗകര്യമാവും. കരിവേപ്പിൻ്റെ മസാലയും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ബന്ധുകാട് ആ ചൂടോടുക്കുക അതിന് നിരത്തി വെച്ചിട്ട് അയിമക്ക് ഈ സാധനം നമ്മൾ കഴിച്ചു കാണാൻ വെക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലും കൂടി കിട്ടും. ഉള്ളിക്ക് ഇതാകുണിക്ക നമ്മൾ ഉള്ളിക്ക് കുറച്ച് ഒരു പിടി എടുത്തിട്ട് ഇങ്ങനെ. അപ്പോൾ എന്താ ഇത് ചൂടാണതിനനുസരിച്ച് ഇതിൻ്റെ നെയ്യൊക്കെ കൂടി തീക്കണ ഇറങ്ങിയിട്ട് ഇത് ഇങ്ങനെ മൊത്തം പുറത്തേക്കും ഒക്കെ റെഡിയാവും. അപ്പോൾ അതിനെ കണ്ടിട്ടും കൂടി നമ്മൾ നിറച്ചിക്കണം. ഇനി നമ്മളിക്കാ നിങ്ങൾ ഇല അത് വാട്ടിയതാണ്. ഇല നമ്മൾ അഡ്വാൻസ് ഒന്ന് വാട്ടിയതാണ് പൊട്ടി പോകാക്കാൻ വേണ്ടി. നമ്മൾ ചെറുതായിട്ടൊരു കയറെടുത്തിട്ടേ ഈ കാല് വായൻ്റെ നാരെടുത്തിട്ട് ഒന്ന് കെട്ടും. കാരണം എന്താ അറിയാം, ഇത് വേകുമ്പോൾ ഒന്നുകൊണ്ട് കാലൊന്ന് വിടർത്തിയാലേ നമ്മളത് മണ്ണ് പൊട്ടിപ്പോകും. കാല് കെട്ടിയതാകുമ്പോൾ പിന്നെ നമുക്കിത് തെറിച്ചില്ല എന്നൊരു ധൈര്യം ഉണ്ടല്ലോ. ചൂടാകുമ്പോൾ വിട്ടുപോകാൻ. അതെ, ചൂടാകുമ്പോൾ വിട്ടുപോകാൻ. കൈ കെട്ടണം. ഇനി മൊത്തം അവിടെ ഒരു വലിയ കയറെടുക്കാം. മൊത്തത്തിലൊന്ന് വിടർന്ന് പോവേ നമ്മൾ കെട്ടുമ്പോഴേ. ഈ ചൂടാണതിനനുസരിച്ച് ഇതൊന്നും ഇങ്ങനെ ഉണ്ട് ഇതാവില്ലേ. നമ്മൾ വായൻ്റെ അല്ലേ ഒന്നിപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എത്ര റുപ്യ കൊടുത്താലോ 1000 റുപ്യക്ക് ഒരു കോഴി കൊടുത്താലും നമുക്ക് മുതലാവുന്നില്ല. ഹോട്ടലിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിലേ ഹോട്ടലിൽ ഇങ്ങനെ ഈ ഒരു കോഴി ഉണ്ടാക്കണവര് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കലല്ലോ. ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു 10 കോടി ഒന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പം മുതലാവും ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടെങ്കിൽ 10 വേണമെന്ന് പറഞ്ഞാൽ മെനക്കെട്ടൂടെ? നമ്മുടെ ടൈമിനനുസരിച്ച് നമ്മൾ പണി ഇതല്ലാത്തത് കൊണ്ടേ അല്ല അങ്ങനെയൊക്കെ നോക്കുക ചെയ്യാം. പണി ഇതല്ല, ഇങ്ങനെ ഒരു പണി വരുമ്പോൾ അതിനേക്കാളും ആദായം കിട്ടുമ്പോൾ ഇതിലേക്ക് നീങ്ങൂല. അതെ, നമ്മൾ പൊതിയാട്ടോ. കയറെടുക്കേ, ഇത് മതി, ഇത് മതി, കയറെടുക്കട്ടെ. ഇപ്പോഴത്തെ തുറന്നെടുക്കണം, ഇത് മൂടി കെട്ടണം. ഇവിടെ കിട്ടും. ഇപ്പോൾ നോക്കി ഇനിയിപ്പോൾ ആരപ്പം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പോൾ ഈ നമ്മൾ പൊതിയൽ കഴിഞ്ഞ് നമ്മളെ റഫാക്കി നല്ലതായ ചളി പിടിച്ചു കിട്ടും. മണ്ണ് തേക്കണം. അപ്പം നമ്മളിവിടെ മണ്ണേ നല്ല പുറ്റിൻ്റെ മണ്ണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് പുറ്റിൻ്റെ മണ്ണെടുത്ത് ഇത് നമ്മളെ പുറ്റാണ്. ചതൽപുറ്റ് നല്ല പുറ്റ് നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. നല്ല കൊഴുപ്പുണ്ടാവുള്ളൂ. പാകപ്പെടുത്തിയിട്ടാണ്. അതെ അതെ, ഉപകാരം വേണ്ടപ്പോൾ ഏതല്ലേ എന്ത് സാധനത്തിനെ കൊണ്ട് ഉപകാരം ഉണ്ടെന്നുള്ള പറഞ്ഞിട്ട് 3 നാൾ മെനക്കെടാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കോഴിയിലൊക്കെ എത്ര അതാണ് 3 നാൾ കളിമണ്ണ് ഉണ്ടാക്കാനൊക്കെ അല്ലേ ഞങ്ങൾ വേണ്ടേ. എല്ലാവരും ഇപ്പൊ മസാല കൂടിയാ പിന്നെ ആകെ പണിയാവില്ലേ, പണിയുണ്ടാവും. ഒരുത്തനേലും മണ്ണിക്കണം പറഞ്ഞാൽ മണ്ണ് റെഡിയാക്കും. ഓരോ കോഴി പോന്നിട്ടല്ലേ. അതെ, നമ്മൾ തുടങ്ങി. ഒന്നും
കൂടി ലൂസ് വേണോ? ഇല്ല, അത് ലൂസായ പിന്നെ അത് കരി മതിയാവില്ല തുടങ്ങാൻ. ഇതൊക്കെ പോയി നോക്കി കാണല്ലാതെ നിങ്ങൾ വല്ല ഫുഡ് ഉണ്ടാക്കലുണ്ട്? എന്നാളൊക്കെ ബിരിയാണി ഒക്കെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കും. അത് ഉണ്ടാക്കാൻ ആവശ്യം വരണം. വേറെ ആൾ വെച്ച് തരാനില്ലെങ്കിൽ കുഞ്ഞിക്കാണെങ്കിൽ ഞാൻ തന്നെ വയ്ക്കും. അപ്പോൾ നിങ്ങൾ ബസ്സിൽ ഇത് പോയി ഉണ്ടാക്കിയ മാതിരി ആയി നോക്കാൻ വരും ചിലപ്പോൾ. ശരിക്കും നല്ല കണലുണ്ടാക്കിയതിൻ്റെ അതിൻ്റെ അകത്ത് നല്ല സ്ഥലം നിങ്ങൾ ഇത് ഉണ്ടാക്കലില്ലേ? കണലുണ്ടാക്കിയതിൻ്റെ കണൽ എന്താ പറയുക? ചിരട്ട അല്ലല്ല, നമ്മൾ കരിക്കട്ട മലപ്പുറം പോയിക്കൊണ്ട് വാങ്ങിക്കൊണ്ട് കരി പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ കിട്ടി. ഇപ്പോൾ കിട്ടാറുള്ളൂ. ഇപ്പോൾ പണിക്കാളില്ലാത്തോണ്ടേ മതി മതി. ആ ബ്ലോഗർ എടുത്താണ് ദിമുക്കൊന്ന് അടിച്ചല്ല, എന്നാൽ ഒന്ന് ഉണങ്ങിക്കോളും. എന്നാ നമ്മൾ തിരിച്ച് വെക്കല്ലേ? നോക്കുക. നമ്മൾ വെക്കട്ടോ. ആവശ്യം അതെന്താണ്? ഇത് നമ്മളെ ഞാൻ അപ്പോൾ അവിടെ ആ ഷെഡ് പോയിക്കാണ്ട് എടുത്തോടുന്നതാ. ഇതാവുമ്പോൾ മറ്റേ നമ്മൾ ഓടക്കായലൊക്കെ വെച്ചാണ്ടേ ഊതി ഉണ്ടാക്കണം. അപ്പോൾ വരുന്ന സമയം നമ്മളെ സമയമൊക്കെ നോക്കണമല്ലോ. അവിടെ തന്നെ കൈമ തട്ടേണ്ട കാണല്. ഇതേ ഇപ്പൊ നമ്മള് തീയിൽ വെച്ചു, ചേറ്റുപൂത്തി റെഡി ആക്കി തുടങ്ങി. ഇനി ഇത് വേവാൻ എത്ര സമയം എടുക്കും? വേഗം നമ്മളൊരു അരമണിക്കൂർ എന്തായാലും നമ്മൾ അരമണിക്കൂർ മതിയോ? നല്ലോണം കത്തിച്ച് ശരിയായാൽ ഒരു അരമണിക്കൂർ. പിന്നെ അരമണിക്കൂറിൽ അത് വേവട്ടെ. ആയിക്കോട്ടെ. നിങ്ങളെ നമ്മളൊരു കാര്യം ചെയ്യും. നമ്മളെ നാട് പറഞ്ഞാൽ പഴയ സ്വാതന്ത്ര്യത്തിലൊക്കെ വളരെ സജീവമായിട്ടുള്ള പങ്കാളിത്തമുള്ള നാടാണ്. ഇവിടെ ഒരു തോടുണ്ട്. ഈ തോട് കഴിഞ്ഞാൽ പൂക്കോട്ടൂർ കോവിലകം ഇവിടെയാണ്. പണ്ട് തോക്ക് വാര്യംകുന്നം തോക്ക് കട്ടതും ആകെ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ ഇവിടെ. അതൊക്കെ കൂടുതൽ അറിയുന്ന ആൾക്കാർ നമ്മളെ പഴയ കാരണന്മാർ ഇവിടെ ഉണ്ട്. ആർക്കും അറിയില്ല, പറഞ്ഞു കേട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. 21-ത്തെ നമ്മളെ പള്ളി പറഞ്ഞ പഴയ പള്ളിയാണ്. 100 കൊല്ലൊക്കെ ആയി പോയി. നമ്മളെ പള്ളി ഉണ്ടെങ്കിലും ഇപ്പൊ പറയാനുള്ള നമ്മളതിലും മൂത്തോല ആരെയൊക്കെ ഉണ്ടെങ്കിലും 1921 സിനിമ അല്ലേ അത് കണ്ട ഏകദേശം അതൊക്കെ തന്നെയാണ്. വാര്യംകുന്നൻ ആരാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ നാടാണ്, വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ പൂക്കോട്ടൂർ. കൊണ്ടോട്ടി കോടങ്ങാട് മുതൽ അങ്ങോട്ട് പൂക്കോട്ടൂരാണ് ഇതിന്റെ പ്രധാന കേന്ദ്രം ലഹള നടന്നത്. ഏതായാലും ഇത് നടത്തിട്ട് ഒന്നും കൊണ്ട് നീങ്ങാം. അപ്പൊ സർബു എന്തായി? ഇതെന്തിനാണ് ഇല കൂട്ടി പിടിക്കുക? കണലിന് പുറത്തേക്ക് നീക്കി കൂടെ ഒന്ന് നീക്കി മറിച്ചിട്ട് വെക്കാം, കുഴപ്പമൊന്നുമില്ല. മണ്ണിന്റെ പോയി അപ്പൊ അതിന്റെ മണ്ണൊക്കെ നമ്മൾ ഒഴിവാക്കി കേട്ടോ. നമ്മളെ ചിക്കൻ മേലുള്ള നെയ്യ് ഒക്കെ ഒഴിച്ച് ഇനി മല്ലിച്ചപ്പ് പരത്തിച്ച് അതിന്റെ ടൈമൊക്കെ വെച്ചാൽ ആ സ്മെല്ലും അടിച്ച് കഴിക്കുമ്പോൾ ഒന്നും ചെല്ലാനുണ്ടാവുന്നില്ല. ഇല്ലല്ല, മറ്റോടത്തല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് ആദ്യം തന്നെ എനിക്ക് തോന്നി, ആദ്യം 3 കെട്ടൊക്കെ ഞാൻ ഇലയും കൂട്ടി വേറെ പൊതിയോ ഒന്ന് പൊതി വെക്കണോ? അല്ല ഈ ഇല ഇത് ഇല ഇല്ലല്ല, ദിമ്മലാവുമ്പോൾ കുറച്ച് നേരം ഒന്നുകൊണ്ട് ചൂടാറാൻ വേണ്ടി നമ്മൾ കാത്തിക്കുകയാണെങ്കിൽ. ചേറ്റുപൂത്തി എന്നൊക്കെ പറഞ്ഞ് കോഴി ഉണ്ടാക്കി ഇത് തിന്നിട്ട് ഇത് സംഗതി ശരിയില്ല, മോശമായി എന്നുള്ള നിങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ പല രാജ്യത്തും പോണ ആളാണ്. ആയിക്കോട്ടെ, എനിക്ക് അടി കിട്ടരുത്. മോശമായി ഒരിക്കലും നിങ്ങൾ പറയില്ല കേട്ടോ. ആളുകൾ നിങ്ങൾ പൂക്കോട്ടൂര് നല്ല സ്ഥലത്ത് തന്നെ. അവിടുത്തെ ചേറ്റുപൂത്തി നിങ്ങൾ നമുക്ക് ഇട്ട് വെച്ചെന്ന് അറിയരുത്. അതിപ്പോ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച് നമുക്ക് തിന്ന് നോക്കിയിട്ട് ഞാൻ വിവരം പറഞ്ഞു നീരൊന്നും ചൂടാർത്തെ അല്ലേ? അതെ അതെ. ഇതിപ്പം
ശരിയായില്ലേ? ഈ ഭാഗങ്ങളാണ് നമ്മൾ അതിന്റെ ടേസ്റ്റ് അല്ല, കൂട്ടിയിട്ട് കിടത്തുന്നത്. ഫസ്റ്റിൽ ഞാൻ തന്നെ തിന്നു. നിങ്ങൾ ആരെയും തിന്നു നോക്കിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി തിന്നാ പോലെ. അല്ല, ഒരു സേഫ്റ്റിക്കാണ് മോനെ, കുറച്ച് കാലം കൂടി ജീവിക്കാനുണ്ടേ. ഈ ഒരു കോഴി ഇന്ന് തട്ടിപ്പോയെങ്കിലും മോശമല്ല, ഞങ്ങൾ നാട്ടുകാർക്ക് മൊത്തം മോശമാവും. അത് ഞാൻ ചെറിയ പീസ് തിന്നോട്ടെ, എന്നിട്ട് രണ്ട് നോക്കിയിട്ട്. അതൊക്കെ കുത്തിട്ട് പക്ഷേ വേവല് നമുക്ക് കുറച്ച് ലേശം കൂടി തിരക്ക് കൂടി വേവാനുണ്ട്, പക്ഷെ ടേസ്റ്റ് ഗംഭീരം. ഇതുണ്ടാക്കിയാലും തിന്നില്ല. നോക്കട്ടെ നിങ്ങള് അങ്ങനെ ഞങ്ങള് തന്നിട്ടുണ്ടോ കേട്ടോ. കാരണം നമ്മളവിടെ ഉണ്ടാക്കിയാലും തിന്നല്ലേ കോഴിക്കോട്. ശരി. വേറെ പോലെ പരീക്ഷിച്ചാണ്ട് അല്ല, ബിരിയാണിയൊക്കെ വെക്കണ പോലെ തന്നെ ഹോട്ടലിൽ പോയി ചായ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, തിന്നില്ല. ഞാൻ മുങ്ങിയരാറിന് പണ്ടൊരാളവിടുന്നാണ്. അത് വേറെ, ആ ബിരിയാണി മോശമായിട്ട്. എന്നെ മുങ്ങിയരാറിന് അപ്പോൾ അയാൾ കുളിച്ചാൻ പോയതാണ് ഞങ്ങൾ കരുതി. ഷർഫു ഏതായാലും ഇത് പ്രൊഫഷണൽ അല്ല, നിങ്ങളൊരു തമാശക്ക് ഉണ്ടാക്കിയാൽ ഇതുപോലെ ഒഴിവുള്ള സമയത്ത് ഓരോന്ന് ഉണ്ടാക്കി പഠിച്ചിട്ട് അതിന് നല്ല അഭിപ്രായം കിട്ടാൻ നമ്മൾ വരും. ഒന്നും വലിയൊരു പൂച്ചനെങ്കിലും വെച്ച് ഒന്നൊരു ചുട്ട് നോക്കി രസമുണ്ട്, ഒന്നും പറയാൻ കഴിയില്ല. ബിരിയാണി തിന്നുന്ന ആളുകളല്ലേ. ഇതിപ്പോ കോഴി അതിൽ ആടോ വേറെ എന്തെങ്കിലും ഏതായാലും ഇങ്ങനത്തെ നല്ല വെറൈറ്റി ഐറ്റംസ് സാധാരണ എല്ലായിടത്തും ഇല്ലാത്ത ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വരും, ഉണ്ടാക്കും. ഇനിയിപ്പോൾ നിങ്ങളതില്ലെങ്കിൽ നിങ്ങളെ അറിവിൽപ്പെട്ട ആരെങ്കിലും അങ്ങനത്തെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ വിവരം അറിയിച്ചാൽ മതി, നമ്മൾ വരും. ഏതായാലും ഇന്നത്തെ മക്കാനി ചേറ്റുപൂത്ത കോഴി ആണ്. അത് ഉണ്ടാക്കി തിന്ന ഞാൻ സ്ഥിരം പറഞ്ഞ അഭിപ്രായമാണ്, പക്ഷേ ഇത് നന്നായിട്ടുണ്ട്. ഉണ്ടാക്കാൻ കണ്ടല്ലോ. ഇനി ഇതുപോലെ ഒന്ന് വീട്ടിലോ പരിസരത്തോ എവിടെ വെച്ച് ഉണ്ടാക്കി തിന്ന് നോക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് അറിയാം. ഇതിൽ കൂട്ടിയത് എന്താണ്, ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും അടുത്ത മക്കാനി നമ്മൾ തപ്പിപ്പിടിച്ച് എത്തുന്നത് വരെ ഈ ടേസ്റ്റ് ആസ്വദിച്ച് അവിടെ ഇരുന്നോളി.